ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ ടിപ്സുകളാണ് പറയാൻ പോകുന്നത്. സാരി ബ്ലൗസിൻ്റെ ടിപ്സാണ്. 4 ടക്ക് ബ്ലൗസാണ്. അതിന് 4 ടക്ക് ബ്ലൗസ് എന്ന് പറയാം, 3 ടക്ക് ബ്ലൗസ് എന്നും പറയാം. ചില ആളുകൾ സൈഡിൽ ടക്ക് ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ട് 3 ടക്ക് ബ്ലൗസ് എന്നും പറയാം, 4 ടക്ക് ബ്ലൗസ് എന്നും പറയാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്സുകൾ. അതിൻ്റെ ടിപ്സുകളാണ് പറയുന്നത്. അപ്പോൾ അതിന് ഏതൊക്കെ മെഷർമെൻറ്റ്സ് ആണ് എടുത്ത് വെക്കേണ്ടതെന്നാണ് ആദ്യത്തെ കുറച്ച് ഇത്രയും മെഷർമെൻറ്റ്സ് ആദ്യം നമ്മൾ എടുത്ത് വെക്കണം. ആദ്യം തന്നെ ഫുൾ ഇറക്കം എടുത്ത് വെക്കണം. അത് നമ്മളൊരു ഏകദേശം ഒരു 14 ഇഞ്ചാണെന്ന് വിചാരിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ അതിന് ഒരു 3/4 ഇഞ്ച് ആഡ് ചെയ്യണം കേട്ടോ, തയ്യൽ തുമ്പായിട്ട്. അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഹാഫ് ഷോൾഡർ എടുക്കണം. ഹാഫ് ഷോൾഡറായിട്ട് നമ്മൾ 5.25 എടുക്കുന്നത് കേട്ടോ. 5.25 ഹാഫ് ഷോൾഡർ എടുക്കുന്നത്. അതിന് ശേഷം സൈഡ് ഷോൾഡർ ആയിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലാസ്റ്റ് പറയാം. പിന്നെ വൈഡും കൂടിയും പറയാം. വൈഡ് എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ അകലാണ്. അത് നമ്മൾ 2.25 ഇഞ്ച് വൈഡാണ് എടുക്കണത് കേട്ടോ. 2.25 ഇഞ്ച് വൈഡാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സൈഡ് ഷോൾഡർ എത്രയാണ് എടുക്കുകയെന്ന് പറയാം. നമ്മൾക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഹാഫ് ഷോൾഡറിൻ്റെ 5.25, ആ 5.25 നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കഴുത്തിൻ്റെ, അതായത് ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ വൈഡ് 2.25 ഇഞ്ച്, അത് കുറയ്ക്കുമ്പോൾ എത്രയാണോ ആൻസർ വരുന്നത് അതാണ് നമുക്ക് സൈഡ് ഷോൾഡറായിട്ട് നമുക്ക് ലഭിക്കുന്നത് ആ ബ്ലൗസിന്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് സൈഡ് ഷോൾഡർ കിട്ടുന്നത്. എന്ന ശേഷം നമ്മൾ കൈക്കുഴി ഭാഗം വണ്ണം കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്, അതാണ് നമ്മൾ കൈക്കുഴി ഭാഗം വണ്ണം എന്ന് പറയുന്നത്. അത് നമ്മൾ 40 സൈസിൻ്റെ ചെസ്റ്റാണെന്ന്, ഒരു ഉദാഹരണത്തിന് 40 സൈസിൻ്റെ ചെസ്റ്റ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 4 കണക്കാക്കുക. അപ്പോൾ നമുക്ക് വരുന്നത് ആൻസർ 10 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടലി എത്ര കിട്ടും? 11.5 ഇഞ്ച്. അതാണ് നമ്മൾ എടുക്കേണ്ടുന്ന അളവ്. പിന്നെ നമുക്ക് താഴ്ഭാഗം, ആ ബ്ലൗസിൻ്റെ താഴ്ഭാഗം അരവണ്ണം ഉണ്ടല്ലോ, വട്ടം, താഴ്ഭാഗത്തെ വേസ്റ്റ് ഭാഗത്തെ വട്ടം ഉണ്ടല്ലോ, ആ മൊത്തം അളവ് എത്രയാണോ ടോട്ടൽ നോക്കാം. അതൊരു 36 വിചാരിക്കുക. വേസ്റ്റ് ഭാഗം മെഷർമെൻറ്റിൻ്റെ വണ്ണം, അതായത് നമുക്ക് ഷേപ്പിൻ്റെ ആ വണ്ണം നമുക്കൊരു 36 വിചാരിക്കുക. ആ ഇടുപ്പ് ഭാഗത്തെ വണ്ണം എന്ന് പറയാം. അപ്പോൾ അത് 36 ആണെങ്കിൽ അതിൻ്റെ 4/1 ഭാഗം എത്രയാണോ, അപ്പോൾ 9 വരുന്നത്. അപ്പോൾ പ്ലസ് അതിൻ്റെ കൂടെ വീണ്ടും എഗെയിൻ ഒരു 1.5 ഇഞ്ചും കൂടിയും തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 10.5 ആൻസർ കിട്ടുന്നത്. 9 + 1.5 10.5. പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള ഇളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ സൈഡ് ഭാഗം, നമ്മുടെ കൈക്കുഴി ഭാഗത്തു നിന്ന് നമുക്ക് താഴ്ഭാഗം, നമ്മുടെ ഈ വേസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ സാരി ബ്ലൗസിൻ്റെ വണ്ണം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അടിഭാഗത്തെ വണ്ണം, ആ അടിഭാഗത്തെ വണ്ണം വരേക്കും എത്ര ഇറക്കുന്നുണ്ട് സൈഡിൽ നിന്ന്, കൈക്കുഴിയുടെ അവിടെ നിന്ന് അടിഭാഗം വരേക്കും എത്രയുണ്ടോ ആ അളവാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഏകദേശം നമ്മളൊരു 8.5 ഇഞ്ചാണ് എടുക്കണമെന്ന് വിചാരിക്കുക. 8.5 ഇഞ്ചാണ് വിചാരിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഒരു 3/4 ഇഞ്ച് ആഡ് ചെയ്യും. അപ്പോൾ നമുക്കത് ആൻസർ എത്ര കിട്ടും? 8.5 ഇഞ്ചാണ് സൈഡിൽ കൈക്കുഴി തൊട്ട് നമുക്ക് താഴ്ഭാഗം വരയ്ക്കുള്ള അളവ് നമ്മൾ ബ്ലൗസിൻ്റെ. പ്ലസ് അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 9.25 ഇഞ്ച് കിട്ടി. ഇത്ര അളവുകളാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരളവും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അത് നമ്മൾ ബ്ലൗസ് നമ്മൾ വരയ്ക്കുമ്പോൾ പറഞ്ഞുതരാം. നമ്മൾ മുകൾ ഭാഗത്ത് ഫുൾ ഇറക്കത്തിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് ആഡ് ചെയ്ത് എഴുതിയിട്ടില്ല. അപ്പോൾ 14 ആണ് നമ്മൾ ഇറക്കം എടുത്തത്. 3/4 ഇഞ്ച് കൂട്ടുമ്പോൾ 14.25. ഇത്രയും അളവുകൾ നമുക്ക് വെച്ചിട്ട് നമുക്ക് വരയ്ക്കുന്നത് കാണിക്കാം. അപ്പോൾ ഓരോ ഭാഗം ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഒപ്പം നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ സൂപ്പർ താങ്ക്സ് കിട്ടിയിട്ടുണ്ട്. ആ ഓപ്ഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് തുണി എടുക്കേണ്ടുന്ന രീതി എന്നത് നമ്മൾ കാണിക്കാം കേട്ടോ. ഒരു തുണിയിൽ വെച്ചിട്ട് നമ്മളത് കാണിക്കാം. താഴ്ഭാഗത്തു നിന്നാണ് അളവെടുക്കേണ്ടത്. ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ ഏറ്റവും അടിഭാഗത്തു നിന്നാണ് അളവെടുക്കേണ്ടത്. ഫോൾഡ് ചെയ്ത പോലെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനായിട്ട് നമ്മളൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നത് പോലെയാണ് കേട്ടോ ഇടേണ്ടത്, തുണി ഇടേണ്ടത്. നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം ആ മെറ്റീരിയൽ ഇടേണ്ടത്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം താഴെ നിന്ന് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെയാണ് ഇടിക്കേണ്ടത്. ഈ ഫോൾഡഡ് ഭാഗത്തു നിന്നാണ് നമ്മൾ അളവെടുക്കേണ്ടത്. ഫുൾ ഇറക്കം എടുക്കേണ്ടത്, കഴുത്തെടുക്കേണ്ടത്, ഹാഫ് ഷോൾഡർ എടുക്കേണ്ടത്, നെക്കിൻ്റെ വൈഡ് എടുക്കേണ്ടത് ഒക്കെ ഈ ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് പേപ്പറിൽ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഫുൾ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ 14 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടുമ്പോൾ 14.25 ഇഞ്ച്, അത് നമ്മൾ താഴേക്ക് ഇങ്ങനെ വരയ്ക്കണം. 8 അടിയിൽ നിന്നാണ് നമ്മൾ 14.25 ഇഞ്ച് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 14.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത്
ഇനി നമ്മൾ എടുക്കേണ്ടത് ബാക്കിലത്തെ നമുക്ക് ബാക്കിലത്തെ ഒരു ഇറക്കം എടുക്കാനുണ്ട്. അതായത് കഴുത്തിറക്കം എത്രയാണെന്ന് എടുക്കണമെന്ന് വെച്ചാൽ ബാക്ക് ഭാഗത്ത് എത്രത്തോളം തയ്ച്ചിട്ടുണ്ടോ ആ അളവാണ് കേട്ടോ ബാക്കിലത്തെ ഇറക്കം. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടണം. അതിന് മുമ്പ് നമുക്ക് ഫുൾ ഷോൾഡർ ഹാഫ് ഷോൾഡർ അടയാളപ്പെടുത്താം. ഹാഫ് ഷോൾഡറായ 5.25 ഇവിടെയാണ് അടയാളപ്പെടുത്തേണ്ടത്. 5.25 അടയാളപ്പെടുത്തി. ഇനി നമുക്ക് നെക്ക് വൈഡ് അടയാളപ്പെടുത്താനുണ്ട്. കഴുത്തിൻ്റെ കഴുത്തകലം, അതായത് 2.25 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിവിടെ 2.25 നെക്ക് വൈഡ് അടയാളപ്പെടുത്തി. അതിൻ്റെ ബാലൻസ് ഉള്ളതാണ് സൈഡ് ഷോൾഡർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് നെക്ക് വൈഡ് ആണെങ്കിൽ ബാലൻസ് ആണ് സൈഡ് ഷോൾഡർ വരുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് വരും? തയ്യൽ തുമ്പടക്കം വരും. 1/4 ഇഞ്ച് തയ്യൽ തുമ്പടക്കം വരും. 1/4 ഇഞ്ച് ശരിക്കും അതിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിലാണ് യഥാർത്ഥ സൈഡ് ഷോൾഡർ കിട്ടുന്നത്. ഇനി നമുക്ക് ബാക്കിലത്തെ കഴുത്തിലത്തെ ഇറക്കം എടുക്കാനുണ്ട്. നമുക്ക് ബാക്കിലത്തെ കഴുത്ത് ഒരു 5 ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടുക. അപ്പോൾ 5.25 ഇഞ്ച് അതാണ് നമ്മുടെ എന്ത് വരുന്നത് ബാക്ക് ഇറക്കം എന്ന് പറയുന്നത്. നമ്മൾ 5.5 ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? പ്ലസ് 1/4 ഇഞ്ച് കൂട്ടണം. അങ്ങനെ ഓക്കെ. നമുക്ക് എത്രയാണോ ബാക്കിലത്തെ ഇറക്കം പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ 1/4 ഇഞ്ച് കൂട്ടണം. അപ്പം നമ്മൾ ബാക്കിൽ നമ്മൾ തയ്ച്ച ഒരു ബ്ലൗസിൻ്റെ ബാക്കിൽ എത്ര ഭാഗം തയ്ച്ച ബാക്ക് ഭാഗം ഉണ്ടോ നോക്കി. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ 5.5 ഇഞ്ച് ബാക്ക് ഭാഗം തയ്ച്ചത് ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മൊത്തം കഴുത്തിറക്കം എത്രയാണ് കിട്ടണമെന്ന് വെച്ചാൽ 5.5യുടെ കൂടെ പ്ലസ് ഒരു 1/4 ഇഞ്ചും കൂടിയും കൂട്ടി കഴിഞ്ഞാൽ ഏറ്റവും താഴെയാണ് അപ്പോൾ ഒരു 6.25 ഇഞ്ച്. 5.5 പ്ലസ് 1/4 6.25 ഇഞ്ച് ആ അളവ് നമ്മളോട് വരച്ചു. ഇതിന് ശേഷം നമ്മളൊരു ബോക്സ് ആയിട്ട് വരയ്ക്കും. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട കഴുത്ത് ഇങ്ങനെ റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ കഴുത്ത് റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കഴുത്ത് എടുത്തത്. കഴുത്തിൻ്റെ ഇറക്കം എടുത്തിട്ട് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിനേക്കാളും എളുപ്പം നമ്മൾ തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, മെറ്റീരിയൽ തുണി ഉണ്ടല്ലോ, തയ്ച്ച ഭാഗം എത്രത്തോളം ബാക്ക് ഭാഗത്ത് ഉണ്ടോ അതേ പ്ലസ് 1/4 ഇഞ്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. അതിന് ശേഷം നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അതായത് 36 ഇഞ്ചല്ലേ വേസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ 4 ഭാഗം എത്രയാണോ 9 ഇഞ്ച്. അത് 9 പ്ലസ് എഗെയിൻ 1.5 ഇഞ്ച് സീം അലവൻസ് ഇടാം. അപ്പോൾ 9 പ്ലസ് 1.5 എത്രയാണ്? 10.5. അപ്പോൾ 10.5 ഇഞ്ച് നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റ് ആയിട്ട് ഇടാം. അതായത് ഇടുപ്പ് ഭാഗം 1 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 9 പ്ലസ് 1.5. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നിങ്ങളുടെ എത്രയാണോ അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിൻ്റെ 4 ഭാഗം പ്ലസ് 1.5 ഇഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ ഈ അളവ് നമ്മൾ താഴ്ഭാഗത്തെ അളവും എടുത്തു വെച്ചിട്ടുണ്ട്. എന്ന ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് അളവ് കൈക്കുഴി ഭാഗം വണ്ണം, അതായത് ചെസ്റ്റിന് 4 ഭാഗം എത്രയാണോ 40 ഇഞ്ചിൻ്റെ ബ്ലൗസ് അല്ലേ പറഞ്ഞത്. അപ്പോൾ 4 ഭാഗം എന്ന് പറയുമ്പോൾ 10 ആണ് വരിക. 10 പ്ലസ് 1.5 സീം അലവൻസ് ഇടുന്നത്. അപ്പോൾ 11.5 വരും. 11.5. അപ്പോൾ നേരെ ഒരു 11.5യിൽ ഒരു വര വരച്ചു കൊടുക്കാം. ആ വര വരയ്ക്കുന്നത് നമ്മുടെ കൈക്കുഴി ഭാഗത്ത് നിന്ന് നമ്മുടെ കൈയിൻ്റെ കക്ഷഭാഗം വരുന്നില്ലേ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മുടെ താഴ്ഭാഗം ബ്ലൗസിൻ്റെ താഴ്ഭാഗം സൈഡ് ഭാഗത്തെ കൈക്കുഴി ഭാഗത്തെ നമ്മൾ അളവെടുക്കുക. കൈക്കുഴി ഭാഗത്താണ് നമ്മൾ അളവെടുക്കുന്നത്. അവിടെ നിന്ന് താഴെ വരേക്കുള്ള അളവ് എത്രയാണോ അത് നമ്മളെടുക്കുക. പ്ലസ് അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടുക. മനസ്സിലായോ? ആ അളവ് നമുക്ക് അപ്പോഴാണ് നമുക്ക് ശരിയായ രീതിയിൽ ബോക്സ് വരയ്ക്കാനായിട്ട് കറക്റ്റായിട്ട് ഒരു ഇറക്കം കിട്ടുക. അതായത് കൈക്കുഴിയുടെ ഇറക്കം കറക്റ്റായിട്ട് ഒരു ബോക്സ് വരയ്ക്കാനായിട്ട് കിട്ടുന്നത്. നമ്മൾ ചുരിദാറിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. ടോട്ടൽ അതായത് കൈക്കുഴിയുടെ അതായത് ചെസ്റ്റിൻ്റെ 4 ഭാഗത്ത് നിന്ന് 2.5 ഇഞ്ച് കുറയ്ക്കുമ്പോഴാണ് കൈക്കുഴിയുടെ ഇറക്കായിട്ട് എടുക്കുക നമ്മൾ ചുരിദാറിൻ്റെ മെഷർമെൻറ്റിൽ. അതേസമയം സാരി ബ്ലൗസിൽ അങ്ങനെയല്ല എടുക്കണം. നമ്മുടെ സൈഡ് ഭാഗം എത്രയാണോ ഇറക്കം എടുത്തിരിക്കുന്നത് അതും വേസ്റ്റ് മെഷർമെൻറ്റിൽ എത്രയാണോ വന്ന് നിൽക്കുന്നത് ആ പോയിൻറ്റും നമ്മുടെ ചെസ്റ്റിൻ്റെ 4 ഭാഗത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസും ആഡ് ചെയ്ത് വരുമ്പോൾ ഏത് പോയിൻറ്റിലാണോ കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നത് ആ പോയിൻ്റാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ കൈക്കുഴിയുടെ ഇറക്കം നമ്മൾ വരച്ചെടുക്കുന്നത്, സ്ക്വയർ വരച്ചെടുക്കുന്നത്. ആ വ്യക്തിക്ക് അനുയോജ്യമായ ഒരു കൈക്കുഴിയുടെ ഇറക്കം വരച്ചെടുത്തത്. ഓക്കെ, നമ്മൾ എത്രയാണോ സാരി ബ്ലൗസിന് 5.25 എടുത്തത് അതേ 5.25 അങ്ങനെ തന്നെ അല്ല എടുക്കുന്നത്. ആ വ്യക്തിക്ക് അനുസൃതമായ രീതിയിൽ സൈഡിൽ എത്രയാണ് കൈക്കുഴിയുടെ ഇറക്കം താഴ്ഭാഗം വേസ്റ്റ് വരെയുള്ള താഴ്ഭാഗം വരെയുള്ള ഇറക്കം എടുത്തിരിക്കുന്നത് ആ ഇറക്കം വരേക്കുള്ള അളവും നമ്മുടെ ആ വ്യക്തിയുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന കറക്റ്റ് പോയിൻ്റ് ഏതാണ് ആ പോയിൻറ്റിലേക്കാണ് നമ്മൾ ഇതുപോലെ സ്ക്വയർ വരച്ചെടുത്തത്. ഇതാണ് നമ്മുടെ പോയിൻ്റ്. ചെസ്റ്റിൻ്റെ അളവും അതുപോലെ സൈഡ് ഭാഗത്തെ അളവും കൂടി കറക്റ്റ് ഏത് പോയിൻറ്റിൽ വന്ന്
ജോയിൻ്റ് ആവുന്നു അതിൽ കേട്ടോ. ഇതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് വിട്ട് ബാലൻസ് ഉള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടുക. ഇങ്ങനെ കുഴിച്ച് വെട്ടുമ്പോൾ കോൺ ഭാഗത്ത് നമ്മൾക്ക് 1.5 ഇഞ്ച് മതിയാവും. ഒരു സാധാരണ നോർമൽ പേഴ്സണൊക്കെ ഒരു 1.5 ഇഞ്ച് എടുത്താൽ മതിയാവും ഈ കോൺ പോർഷനിൽ കേട്ടോ. നമ്മൾ ഇപ്പോൾ വരച്ചത് നമ്മൾ സീം അലവൻസ് എക്സ്ട്രാ 1.5 ഇഞ്ച് വേറെ മാറ്റിയിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിലേക്കാണ് നമ്മളിത് വരച്ചെടുത്തത്. ഇത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കഴുത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ കോൺ ഭാഗത്തേക്ക് നമ്മൾ 1.5 ഇഞ്ചാണ് എടുത്തിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത്. ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗത്തിലേക്കാണ് കൈക്കുഴിയുടെ പകുതിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതുപോലെ വരച്ചെടുക്കുന്നത്. ഇത് കഴുത്തും ഇതുപോലെ നമ്മൾ വരച്ചെടുത്ത് ഇത് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഇങ്ങനെയാണ് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ട ഭാഗം. അപ്പോൾ നമ്മുടെ ഫുൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ മീഡിയം, സ്മോൾ, ഹൈ അങ്ങനത്തെ ലെവലിൽ നമ്മൾ കോൺ ഭാഗം എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കൈക്കുഴി ഭാഗം കുഴിച്ച് വെട്ടിയില്ലേ, അതിപ്പോൾ ഒരു 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് സ്ക്വയറിൽ. ഓക്കെ, ഈ ഭാഗം നമ്മൾ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതൊരു നോർമൽ പേഴ്സൺസിന് എടുക്കുന്നത്. പിന്നെ ഇത്തിരി മീഡിയം സൈസ് വണ്ണമുള്ളവർക്കാണെങ്കിൽ 1.5 ഇഞ്ച് വരുന്ന രീതിയിൽ കോൺ കയറ്റിയെടുക്കാം. കുറച്ചും കൂടി ആ ഭാഗം കുറച്ചും കൂടി അവരുടെയൊക്കെ വണ്ണം ഉണ്ടാവില്ല, അപ്പോൾ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഭാഗം കുറച്ചും കടത്തിയെടുക്കാം. നല്ലോണം വണ്ണമുള്ളവർക്ക് 2 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഭാഗം കുറച്ച് വീർത്ത് നിൽക്കുന്ന ആൾക്കാരില്ല, അപ്പോൾ അവർക്ക് വല്ലാണ്ട് ടൈറ്റാക്കി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. വല്ലാണ്ട് ബൾജ് ചെയ്ത് നിൽക്കുക, തുണിയാണ് ബൾജ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറയ്ക്കാം. അതായത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുഴിച്ച് വെട്ടി ശരിയാക്കാം. അതേസമയം ബോഡിയിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ചില വയസ്സാവും തോറും ആളുകൾക്ക് ഇങ്ങനെ കുറച്ച് ബൾജ് ചെയ്ത് ബോഡി തന്നെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് 1.5, 1.5, 2 എന്ന രീതിയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ തരാം, അടുത്ത പാർട്ടായിട്ട് തരാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.